നോമ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആരുടെങ്കിലും ഹാർഷായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സോറി പറയാണ്. ഫ്രണ്ട്സേ, ധന്യാണേ. പിന്നെ ഞാനിവിടെ ഒരു കമൻറ്റ് വെക്കിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹം കുറേ നാളായി എനിക്ക് ഒരുപാട് കമൻറ്റ്സ് ഇടുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്, നല്ല രീതിയിലാണ് പറഞ്ഞത്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു ശത്രുതയില്ല, എനിക്ക് നിങ്ങളെ അറിയ പോലും ഇല്ല. നിങ്ങൾക്ക് എന്നെ ഞാൻ വീഡിയോ ചെയ്യണതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കാം. ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് ഒരു കാര്യം ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പിന്നെ വിഭാഗം ആളുകളായിരിക്കാം ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടാവാം. ഇപ്പം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം APക്കാരി തന്നെയാണ്, APക്കാരികളെ സുഖിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിവിടെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, APക്കാരെ എനിക്ക് സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉണ്ടല്ലോ, അവർ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുശുമ്പ് പറയുന്ന ആളുകൾ എന്താ പറയുക, ചടഞ്ഞുകൂടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുകയേ ചെയ്യുള്ളൂ. നല്ലത് പറയുന്ന ആളുകളെ ഇഷ്ടംപോലെ ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. അല്ലാതെ ഇതുപോലെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യൂല, ആരും അത് എന്താ പറയുക ശ്രദ്ധിക്കുക തന്നെയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്തസ്സായിട്ട് ഉണ്ണിയപ്പ കച്ചവടം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതിപ്പോൾ APക്കാർ മാത്രം വാങ്ങിച്ചാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റിലല്ല ഞാനിവിടെ നിൽക്കുന്നത്. APക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് AP വിഭാഗം EK വിഭാഗം എന്നുള്ളതുണ്ടാവും. ഞാൻ മനുഷ്യരുടെ ഇടയിലൂടെയാണ് ചെന്നത്. ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ മാത്രമൊന്നല്ല, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അദ്ദേഹത്തിന് അങ്ങോട്ട് ചെന്ന് കണ്ടവരുണ്ട്. ശത്രുക്കൾ പോലും മിത്രങ്ങളാവുന്ന ഓരോ കാഴ്ചയും എണ്ണി ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ 8ാം ക്ലാസ് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഇഷ്ടം, അതെനിക്ക് പറയേണ്ട ഒരു അവസരം വന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പിന്നെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യണേ. എൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, വയ്യാതായി കിടക്കുമ്പോൾ നമുക്ക് എല്ലാവരും എല്ലാ സമയത്തും നന്നായി ഇരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ചെല്ലാതെ വയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അവസ്ഥപ്പെട്ടിരിക്കുമ്പോൾ കൂടെ ചെല്ലുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതാണ് ഞാൻ ചെയ്തത്. അതായത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് നല്ല കാലത്ത് ഒരുപാട് ആളുകൾ ഉസ്താദിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്ന സമയത്തും എല്ലാവരും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ചിന്ത ഉസ്താദിന് ഒരു നോക്ക് കാണുക എന്നതായിരുന്നു. ഞാൻ പോവുകയും മൈത്ര ഹോസ്പിറ്റലിൽ ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്, മനസ്സിലായോ? അല്ലാതെ ചുമ്മാ വെറുതെ ഒരു പേരും പ്രശസ്തിക്കും വേണ്ടി പോയതില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാനൊരു സാധാരണക്കാരിയാണ്, എൻ്റെ മടിയിൽ കനവുമില്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ പേടിക്കാനുമില്ല. പിന്നെ ഞാൻ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്, ഉണ്ണിയപ്പം കച്ചവടം ചെയ്യാനാണ് പോയത്. ഒരു സ്ഥലത്ത് നിന്ന് അന്ന് എനിക്ക് 320 ഉണ്ണിയപ്പമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആ 320 ഉണ്ണിയപ്പം അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് തീർന്നത്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കടയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് 2-3 ദിവസം കച്ചവടം ചെയ്യേണ്ടത് ഒരു ദിവസം കൊണ്ട് കിട്ടിയാൽ അന്ന് എനിക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കടങ്ങളും ബാധ്യതകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങട്ടെ. നിങ്ങൾ എന്തിനാണ് ഈ കുശുമ്പ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ ഒരു കലഹങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. നമ്മൾ തമ്മിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കമൻറ്റിലൂടെ അടക്കം ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. എന്നിട്ടടക്കം നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വന്നോളൂ, നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ നെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം. ആ വീഡിയോ കാണുമ്പോൾ അതിന്ന് ജനറേറ്റ് ആവുന്ന ഇൻകം മാത്രം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് യൂട്യൂബിൽ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ സന്തോഷമായേനെ. കാരണം എന്ന് വെച്ചാൽ ഈ കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയൊക്കെ കമൻ്റ് ഇടുന്ന സമയമുണ്ടെങ്കിൽ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യണതിൻ്റെ ഉള്ളിൽ എൻ്റെ വീഡിയോസ് കണ്ടു തീർന്നിരിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഇൻകം യൂട്യൂബിൽ ജനറേറ്റ് ആവും. ഫേസ്ബുക്കിൽ എനിക്ക് അങ്ങനെ പൈസ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. പൊരുത്തപ്പെടുക. ഈ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്തും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ അത് ഇതാക്കി വിടണം, അല്ലെങ്കിൽ നിങ്ങളെ അത് സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കണം എന്നില്ല. നിങ്ങൾ പബ്ലിക്കായി വന്ന് കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. നിങ്ങളും പൊരുത്തപ്പെടണം കേട്ടോ. ഇനി പൊരുത്തപ്പെട്ടില്ലെങ്കിലും ദൈവവും ഞാനും ആയി. അപ്പം ഞാൻ എല്ലാ വർഷവും നോമ്പെടുക്കുന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് മറ്റുള്ളവരുടെ പൊരുത്തത്തോടെ പോകണം, ഈ ഒരു നോമ്പെടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നോമ്പെടുക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ആളുകളെ എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. 5 നേരം നിസ്കരിക്കുന്നവരും
പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും ആയ ആളുകളെ നല്ല മനുഷ്യന്മാരാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അതിലും ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുള്ള ആളുകൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ ഓതുന്നതും പിന്നെ 5 നേരം നിസ്കരിക്കുന്നവരൊക്കെ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണെന്നും അവർക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം ട്ടാ. പക്ഷേ കുറേ ആളുകൾ അതൊക്കെ തിരുത്തുകയാണ്. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തെന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും സന്തോഷം മാത്രം.